സുഖല്ല എല്ലാവർക്കും. നാട്ടിൽ നിന്ന് മഴ പെയ്യാണല്ലേ. സ്കൂളും മദ്രസകളൊക്കെ അവധി കൊടുത്തേക്കാണ്. അപ്പൊ ഇവിടെ വെയിലാട്ടില്ലേ. അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കുകയാണെങ്കിൽ നല്ല നെയ്ച്ചോറാട്ടോ. നെയ്ച്ചോർക്കുള്ള ബീഫ് കറി. നെയ്ച്ചോർക്ക് ബീഫ് കറി പറഞ്ഞാൽ അത് വെറൈറ്റി തന്നെയാണല്ലേ. ചിക്കനും ഉണ്ടായിരുന്നിട്ട് നമ്മള് ബീഫാണ് എടുത്തത്. അപ്പൊ ഇതാ നമ്മളെ മുമ്പിൽ വരുത്തത് കഥയും പറഞ്ഞ് ആക്കം പോലെ നുള്ളി നുള്ളി ചോറിച്ച്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സ്ഥിരാതിഥി നമ്മളെ പൂച്ചക്കത്തെ ബീഫ് കേട്ടോ. ഒരുത്തൻ ബീഫൊക്കെ കൊടുക്കണ ഈ മാത്രം ബീഫൊന്നും ഇട്ടാന്നല്ല, എന്നാലും ഓന് പറ്റിയിരിക്കണു പൂച്ചക്ക് കൊടുക്കാനും. അപ്പൊ നേരെ ഷോപ്പിക്ക് വന്നപ്പോ നമ്മളെ ചന്ദ്ര ബോട്ടിലിന് പേരൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. ബോട്ടില് എത്ര അവിടെ വെച്ചാലും, വെള്ള ബോട്ടിൽ വെച്ചാലും ആരെയിലൊക്കെ എടുത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത്, അതുകൊണ്ടാണ് പേര് എഴുതിയിരിക്കണം. ഇത് നമ്മളെ പാകിസ്ഥാന്റെ കണ്ട പാകിസ്ഥാനിയും വന്നിക്കണം നമ്മളപ്പം. അയാള് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ള ബോട്ടിലൊക്കെ വാങ്ങി വന്നിക്കണ്. അപ്പൊ മൂപ്പര് ഷോപ്പത്തെ കാര്യങ്ങൾ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബോട്ടിൽ നമ്മൾ ഓപ്പണർ ഒന്നും വേണ്ടിട്ട, ജസ്റ്റ് ഇതങ്ങനെ പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പോരും. അങ്ങനെയാണ് ഇവിടുത്തെ ബോട്ടിലിന്റെ ടോപ്പ് കിട്ടുന്നത്. അപ്പൊ അതിങ്ങനെ ഓരോന്ന് കുടിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചന്ദ്രൻ ആരോ വരുന്നുണ്ട്. ആരും വരുന്നില്ല, വെറുതെ ചന്ദ്ര തള്ളിയതാണ്. ഇരിക്കാണ് ചന്ദ്ര കേട്ടോ. ട്രോളി ബോയിയാണ് നമ്മളെ ഷോപ്പത്തെ. അപ്പൊ ഇതാ അത് കഴിഞ്ഞ് പെപ്സിയും കുടിച്ചിട്ടോ. അപ്പൊ നേരെ വൈകുന്നേരം ഇട്ടോ. വൈകുന്നേരം ആയപ്പോ നമ്മൾ ജസ്റ്റ് ഷോപ്പിന്റെ അടിയൊക്കെ ഇറങ്ങിയപ്പോ ഫുഡ് കഴിക്കാന് നമ്മൾ ഉച്ചക്കത്തെ, അതായത് ബ്രേക്ക് ടൈമിന് ഉച്ചക്കത്തെ ഒരു ഫുഡ് എടുത്ത് വെച്ചിരുന്നു, റൈസ്. അപ്പൊ അത് കഴിക്കാല്ലേ, എന്തെങ്കിലുമൊക്കെ കടിച്ചു കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ മുളകോ കുക്കുംബറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാതെ, മുളകോ കുക്കുംബറും എടുത്തിട്ടോ. ഏതെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ, എന്നാലേ അടിപൊളി ആവുള്ളൂ. നെയ്ച്ചോറല്ല, ഉച്ചക്കത്തെ നെയ്ച്ചോറല്ല. അപ്പൊ ഒരു എരിയും പുളിയും വേണ്ട. അപ്പൊ കുക്കുംബറും മുളകും കൊടുത്തിട്ടോ നെയ്ച്ചോറും. ബീഫ് കറി, ബീഫ് ഇല്ല കേട്ടോ, ബീഫ് കറി മാത്രം ബാക്കിയായുള്ളൂ. ബീഫും ബീഫ് ഉച്ചക്കത്തെ എല്ലാരും കഴിച്ചു കഴിഞ്ഞല്ലേ, ഇനി ബാക്കിയില്ല ലേശം ബീഫ് കറി ഉണ്ട്, എന്നാ എടുത്ത് വെച്ചാട്ടോ. അടിപൊളി കേട്ടോ. ബീഫ് കറി എടുത്തു വെച്ച് നന്നായി. ഏതായാലും നെയ്ച്ചോറും നല്ല ഒരു കേടും കൂടാതെ അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഒന്നിനൊന്നും മെച്ചെന്നറിയില്ലേ, അടിപൊളിയെന്ന് സംഭവം. ചെറിയൊരു ബീഫിന്റെ പൊട്ടിട്ടിട്ടാ തെരഞ്ഞപ്പം. അപ്പൊ എന്തായാലും പറയാ, എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ഒരു 100 ലൈക്കെങ്കിലും തിരികെ സപ്പോർട്ട് ചെയ്യാം. നെയ്ച്ചോറ് പുളിച്ചുക്കണമെന്നാണ് കരുതിയത്, പക്ഷെ പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് കൂടിക്കാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിരിക്കണം. കുക്കുംബറും മുളകും, ഈ മുളകിന് വലിയ എരിവ് എനിക്ക് തോന്നില്ല കേട്ടോ. ഇത് നീണ്ട മുളകാവുകൊണ്ടേ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ അപ്പവും കടലക്കറിയും വന്നിട്ടോ. അപ്പൊ നമ്മളെ ഗ്രീൻ പീസ് ആയിരുന്നു. അപ്പം ഗ്രീൻ പീസും മുളക്, നമ്മൾ നേരത്തെ വാങ്ങിയൊരു മുളക് നമ്മൾ എടുത്തു വെച്ചിരുന്നു. ഏതായാലും രാത്രി ആയപ്പോ ഫുഡിന് ഏതായാലും ഒന്നും എരിമ്പുളി ഉണ്ടാവുന്നതാണ്. ബീഫ് കറി ലേസം എടുത്ത് വെച്ചിരുന്നിട്ടാ. ബീഫ് കറി കടലക്കറിയും ഗ്രീൻ പീസും പാടെ പൊളി. രണ്ടും പാടെ മിക്സ് ആയപ്പോ എരിയോട് എരി കേട്ടോ. ഗ്രീൻ പീസിൽ നല്ല എരിവുണ്ട് തോന്നുന്നുണ്ട്, അത്ര എരിവുണ്ടായിരുന്നു. അതിക്ക് നമ്മൾ എന്തായാലും മുളക് അടിച്ചു, ഈ എരിവില്ലാത്ത മുളക്. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് പറയട്ടോ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.